ത്രില്ലടിപ്പിക്കുന്ന ആദ്യ പകുതിയുമായി ഓസ്ലർ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ത്രില്ലടിപ്പിക്കുന്ന ആദ്യ പകുതിയുമായി ഓസ്ലർ. സീരിയൽ കില്ലറിലേക്കുള്ള ഓസ്ലറിന്റെ ഓട്ടം, ആളുകളെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് ആദ്യ പകുതി. ജയറാമിന്റെ തിരിച്ചുവരവോ ഇത്. ജനുവരി 11 അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ജയറാമിന്റെ ജീവിതത്തിലെ, സിനിമാ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷണൽ ഡേ തന്നെയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരുപക്ഷെ ജയറാമിന്റെ സിനിമ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ എൻഗേജിംഗ് ആയ ഒരു സിനിമ, അതും ത്രില്ലിംഗ് ഫാക്ടറുകളുള്ള സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാവുന്ന രീതിയിലാണ് ഇപ്പോൾ ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ത്രില്ലടിപ്പിക്കുന്ന ആദ്യ പകുതിയുമായിട്ടാണ് അബ്രഹാം ഓസ്ലറിന്റെ തുടക്കം. അങ്ങനെ തുടക്കം മുതൽ ത്രില്ലിംഗ് സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സിനിമയുടെ പോക്ക് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ മിഥുൻ മാനുവൽ തോമസിന്റെ ചിത്രത്തിന് ആവുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സിനിമയുടെ ആദ്യ പകുതി കണ്ടവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഓസ്ലർ ജയറാമിന്റെ ഗംഭീര തിരിച്ചുവരവ് തന്നെയാണെന്നാണ്. ഏതായാലും അബ്രഹാം ഓസ്ലറായി ജയറാം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. അടുത്ത പകുതി എങ്ങനെയായിരിക്കുമെന്നതിന് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. ഡോക്ടർ രൺധീർ കൃഷ്ണ രചന നിർവഹിച്ച ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിലും മിഥുൻ മാനുവൽ തോമസിന്റെ കൂടെ പങ്കാളിയാവുകയും ചെയ്തു. ഇർഷാദ് എം ഹസനൊപ്പം മിഥുൻ മാനുവൽ തോമസും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. മിഥുൻ മാനുവൽ തോമസ് അങ്ങനെ രൺധീർ കൃഷ്ണയുടെ ആ രചനയെ തന്റെ നിർമ്മാണ കമ്പനിയാക്കി മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. ഇർഷാദ് എം ഹസനും ചേർന്ന് നേരമ്പോക്ക് ഫിലിംസിന്റെ ബാനറിൽ അവർ അവതരിപ്പിച്ച ഈ സിനിമ മലയാളം കണ്ട ഇതുവരെയുള്ള ത്രില്ലിംഗ് സ്വഭാവം വെച്ച് നോക്കുന്ന എല്ലാ സിനിമകളിലും വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ ഒരു ചിത്രം വരുന്ന ആളുകളിൽ കൂടുതൽ ആളുകളെ തിയേറ്ററിലേക്ക് ആകർഷിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അബ്രഹാം ഓസ്ലറിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീൻ മമ്മൂക്കയുടെ എൻട്രിയാണ്. മമ്മൂക്ക ഇല്ല, ഉണ്ട് എന്നുള്ള വർത്താനങ്ങളൊക്കെ ആദ്യം വന്നിരുന്നു എങ്കിലും ആ സംസാരങ്ങൾക്കൊക്കെ യാതൊരുവിധ പ്രസക്തിയുമില്ല. ചിത്രത്തിൽ അരമണിക്കൂർ നേരം സിനിമയിൽ അദ്ദേഹം ഉണ്ട് എന്നതിന്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെ തന്നെ, മുൻ നാളുകളിൽ തന്നെ നമ്മൾ പുറത്തുവിട്ടതാണ്. അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് അരമണിക്കൂറോളം മമ്മൂക്കയുടെ കിടിലൻ പെർഫോമൻസ് നമുക്ക് കാഴ്ചവെച്ച് തന്നെ സംവിധായകൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ സൂചനകളാണ്. കാത്തിരിക്കുകയാണ് ഒരു ഗംഭീര സിനിമയ്ക്ക് വേണ്ടി. ഗംഭീരമായൊരു ത്രില്ലിംഗ് ഫാക്ടർ നിലനിർത്തിക്കൊണ്ട് മമ്മൂക്കയുടെ ആ കഥാപാത്രം എങ്ങനെയാണ് അവതരിക്കുക എന്നറിയാൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ജയറാം ചിത്രത്തിനുള്ള തിരക്കല്ല ഇപ്പോൾ തിയേറ്ററിലുള്ളത്, ഒരു മമ്മൂക്ക സിനിമയുടെ തിരക്കാണ് ഇപ്പോൾ തിയേറ്ററുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ 3 കോടിക്കടുത്ത് ആദ്യ ദിനം തന്നെ ചിത്രം കളക്ഷൻ നേടിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാത്തിരിക്കുകയാണ് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.